അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മദീനയിൽ ഒരു പെരുന്നാൾ ദിവസമായിരുന്നു അന്ന്. മദീനയുടെ തെരുവോരങ്ങൾ ആഘോഷത്തിൻ്റെ പ്രതീതിയിലായിരുന്നു. വൃദ്ധരും കുട്ടികളുമടക്കം എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പെരുന്നാൾ നിസ്കാരത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. മദീന പട്ടണത്തിൻ്റെ ഒരു വിശാലമായ സ്ഥലത്ത് അവരെല്ലാവരും ഒരുമിച്ച് കൂടി. നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ പ്രവാചകനും എത്തിയിരുന്നു. നിസ്കാരശേഷം എല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്ത് പരസ്പര സ്നേഹം പങ്കുവച്ചു. ശേഷം പെരുന്നാൾ നിസ്കാരത്തിന് വന്നവർ ഓരോരുത്തരായും പിരിഞ്ഞു തുടങ്ങി. പെരുന്നാൾ സന്തോഷത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും ഓടിക്കളിക്കുകയും ചെയ്യുന്ന കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു മദീനയുടെ തെരുവോരങ്ങൾ. നമസ്കാരശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പ്രവാചകനും. എന്നാൽ വഴിയിൽ വെച്ച് പ്രവാചകൻ ഒരു കുട്ടിയെ കാണാനിടയായി. മറ്റു കുട്ടികളിൽ നിന്നും മാറി ഒറ്റയ്ക്കിരുന്ന് കരയുകയായിരുന്നു അവൻ. സുഹൈർ എന്നു പേരുള്ള ആ കുട്ടിയുടെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ പ്രവാചകൻ അവൻ്റെ അടുത്ത് ചെന്നുകൊണ്ട്, "നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ എന്നെ ഒന്ന് വെറുതെ വിടുവെന്ന് അവൻ മറുപടി പറഞ്ഞു. എന്നാൽ പ്രവാചകൻ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, "നീ എന്തിനാണ് കരയുന്നത്?" കലങ്ങിയ കണ്ണുകളും ഇടറിയ ശബ്ദവുമായി അവൻ പറഞ്ഞു തുടങ്ങി, "എൻ്റെ ഉപ്പ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായി. എന്നാൽ എൻ്റെ ഉമ്മ ഇന്ന് പുതിയ ഒരാളെ വിവാഹം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം എന്നെ അവരോടൊപ്പം ജീവിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഇന്ന് പെരുന്നാൾ ദിവസമാണ്. എല്ലാവരും സന്തോഷഭരിതരാണ്. കുട്ടികൾക്കെല്ലാം ഇന്ന് ധരിക്കാൻ പുതുവസ്ത്രങ്ങളും കഴിക്കാൻ നല്ല ഭക്ഷണവുമുണ്ട്. പക്ഷേ ഞാൻ ഹതാശനാണ്. ഞാൻ ഇന്ന് ധരിച്ച വസ്ത്രമല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. കഴിക്കാൻ ഭക്ഷണമോ പോകാൻ ഒരിടമോ ഇല്ല." സുഹൈർ ഇടറിയ ശബ്ദവുമായി പറഞ്ഞു നിർത്തി. പ്രവാചകന് സുഹൈറിൻ്റെ സങ്കടങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. കാരണം പ്രവാചകൻ വളരെ ചെറുപ്പം മുതൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വേദനകൾ കടിച്ചിറക്കിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സുഹൈറിനോട് പറഞ്ഞു, "ഞാൻ നിൻ്റെ ഉപ്പയും ആയിഷ നിൻ്റെ ഉമ്മയും ഫാത്തിമ സഹോദരിയുമാകുന്നത് നിനക്ക് സന്തോഷമാണോ? എനിക്ക് ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അത്" എന്ന് സുഹൈർ കണ്ണുകൾ തുടച്ച് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പ്രവാചകൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു, നല്ല ഭക്ഷണങ്ങൾ നൽകി.